ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ കാണാത്തവരാണെങ്കിൽ വീഡിയോ കാണുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഐഡിയാസ് ആൻഡ് ഏർലി നാഷൻസ്, അതായത് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന ചാപ്റ്ററാണ് പറയുന്നത്. നിങ്ങൾ എൽ ബാഷാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പ്രശസ്തനായ ഒരു ഇൻഡോളജിസ്റ്റും ഹിസ്റ്റോറിയനും ആയിരുന്നു. ഇൻഡോളജിസ്റ്റ് എന്നാൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇൻഡോളജിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ബുക്കിലെ BC 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനായിട്ടുള്ള ഗൗതമ ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പാഠഭാഗം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു എൽ ബാഷാം എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ചരിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യയിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? തത്വചിന്തകനായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധമത സ്ഥാപകനായിട്ടുള്ള ഗൗതമ ബുദ്ധനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പാഠഭാഗം ആരംഭിക്കുന്നത്. സിദ്ധാർത്ഥൻ, അതായത് ബുദ്ധൻ, രാജവീതിയിലൂടെ രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്ത ജീവിതാനുഭവങ്ങളുടെ മുന്നോട്ട് പോകുന്ന പലരെയും കാണുന്നു. അവശനായ വൃദ്ധനെ കാണുന്നു, രോഗം ബാധിച്ച മനുഷ്യൻ, മരണപ്പെട്ട മനുഷ്യൻ, ഇവരൊക്കെ കാണുന്നു. ഒപ്പം തെരുവിൽ ഭിക്ഷയെടുക്കുന്ന ഒരു സന്യാസിയെയും കാണുന്നു. ഈ സന്യാസിക്ക് ഭൗതിക ദുഃഖങ്ങളൊന്നും തന്നെയില്ല, ശാന്തിയും സന്തോഷവും ഉണ്ട്. ആദ്യം കണ്ട കാഴ്ചയിൽ എല്ലാം ദുഃഖമായിരുന്നെങ്കിൽ ഇത് ബുദ്ധനെ ഏറെ ആകർഷിച്ചു. ആരെ? സന്യാസിയെ കണ്ടത്. കാരണം അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഭൗതിക ദുഃഖങ്ങളൊന്നും തന്നെ ഇല്ല. ഇതാണ് ബുദ്ധനെ സന്യാസ മാർഗം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ എൽ ബാഷാമിൻ്റെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന ആ ഒരു ബുക്കിൽ പറയുന്നത്, അതായത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഭാഗത്തിൽ പറയുന്ന ഇതാണ്. ഇപ്പോൾ ബുദ്ധൻ ഒരുപാട് പേരെ കണ്ടു, ദുഃഖമുള്ളവരെ കണ്ടു, അതുപോലെ അവശത അനുഭവിക്കുന്നവരെ കണ്ടു, അങ്ങനെ ഒരുപാട് പേരെ കണ്ടു. പക്ഷെ അതേസമയം ബുദ്ധൻ ആരെയും കണ്ടു? സന്യാസിയും കണ്ടു. ഇദ്ദേഹത്തിന് ഒരു ദുഃഖവും കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ഒരു സന്യാസി. അപ്പോൾ ബുദ്ധന് ഒരു സന്യാസി എന്നുള്ളതിനോട് ആകർഷണം തോന്നി. അപ്പോൾ വഴിയെ നമുക്ക് സന്യാസി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ബുദ്ധനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന സിദ്ധാർത്ഥൻ അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് തൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ദുഃഖങ്ങളുടെ കാരണം അന്വേഷിച്ചിട്ട് സന്യാസം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം അഥവാ എൻലൈറ്റ്മെൻറ്റ് പിൽക്കാലത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടാൻ വേണ്ടിയിട്ടും തുടങ്ങുന്നത്. ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് 6ാം നൂറ്റാണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ 6th സെഞ്ച്വറി BC അല്ലെങ്കിൽ ആ ഒരു 6th സെഞ്ച്വറി BC കുറിച്ച് പറയുകയാണെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമായിരുന്നു ഈ 6ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. കാരണം ബുദ്ധനെ പോലെയുള്ള ആൾക്കാർ ജീവിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. ബുദ്ധൻ, വർദ്ധമാന മഹാവീരൻ, ഹിറാക്ലീറ്റസ്, അതുപോലെ പൈത്തഗോറസ്, കൺഫ്യൂഷ്യസ്, ഇങ്ങനെ മുതലായ സുപ്രധാന തത്വചിന്തകരെല്ലാം ജീവിച്ചിരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 6ാം നൂറ്റാണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. അതുപോലെ ഈ 6ാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ പുതിയ ഐഡിയോളജീസ് ഉണ്ടായ ഒരു കാലഘട്ടം കൂടിയാണ് 6th സെഞ്ച്വറി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. നിങ്ങൾ പൈത്തഗോറസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആരാണ്? നമ്മുടെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തത്വചിന്തകനാണ് പൈത്തഗോറസ്. അതുപോലെ കൺഫ്യൂഷ്യസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. അതുപോലെ വർദ്ധമാന മഹാവീരൻ നമ്മൾ അടുത്ത ഒരു നമ്മൾ പറയും. അതുപോലെ ബുദ്ധൻ, ഇവരെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇവരുടെ മതത്തെക്കുറിച്ച് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റോൺ ഏജ് എന്താണെന്നും അതുപോലെ ആ കാലഘട്ടത്തെക്കുറിച്ചും പിന്നീട് സ്റ്റോണും കോപ്പറും ഒരുപോലെ ഉപയോഗിച്ച കാലഘട്ടത്തെക്കുറിച്ചും പിന്നീട് ബ്രോൺസും അയണും ഉപയോഗിച്ച കാലഘട്ടത്തെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ചാപ്റ്ററിൽ അയണിൻ്റെ ഉപയോഗം വർദ്ധിച്ചതും അതിൻ്റെയൊക്കെ ഫലമായി ഉണ്ടായ വലിയ മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ നഗരങ്ങളുണ്ടായതും ജനപദങ്ങൾ എങ്ങനെ മഹാജനപദങ്ങളായി മാറിയെന്നും അതിൽ മഗധ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയി എന്നും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. അതുപോലെ ജൈനമതം എന്താണ്, ബുദ്ധമതം എന്താണ്, പിന്നെ
ഭൗതികവാദം എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയേണ്ടത് ജൈനമതത്തെ കുറിച്ചാണ്. ജൈനമതമാണ് ബുദ്ധമതത്തെക്കാൾ മുമ്പ് ഉണ്ടായിട്ടുള്ളത്. ജൈനമതത്തിൽ 24 തീർത്ഥങ്കരന്മാരാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തീർത്ഥങ്കരന്മാർ എന്നാൽ ഈ ജൈനമത ഫോളോവേഴ്സിനെയാണ് നമ്മൾ തീർത്ഥങ്കരന്മാർ എന്ന് പറയുന്നത്. അതായത് സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവരെന്നാണ് ഈ ഒരു തീർത്ഥങ്കരൻ എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവനാണ്. പക്ഷെ ഈ മതത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ BC 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാർശ്വനാഥനാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇദ്ദേഹം 23-ാമത്തെ തീർത്ഥങ്കരനായാണ് അറിയപ്പെടുന്നത്. എന്നാൽ 24-ാമത്തെ അഥവാ അവസാനത്തെ തീർത്ഥങ്കരനായിട്ടുള്ള വർദ്ധമാന മഹാവീരനാണ് ഈ മതത്തിലെ ഏറ്റവും പോപ്പുലറായ തീർത്ഥങ്കരൻ. അത് വേറൊന്നും കൊണ്ടല്ല, മഹാവീരനാണ് പാർശ്വനാഥന്റെ ആശയങ്ങളോട് തൻ്റെ തത്വങ്ങൾ കൂടെ കൂട്ടിച്ചേർത്തിട്ട് ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ഒന്നുമില്ല, ജൈനമതത്തിൽ 24 തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു. 24 തീർത്ഥങ്കരന്മാരിൽ ഒന്നാമത്തേത് ഋഷഭദേവനായിരുന്നു. 23-ാമത്തേത് പാർശ്വനാഥനാണ്. 24-ാമത്തെയാണ് നമുക്ക് പഠിക്കാനുള്ള വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടക്ക് ഒരുപാട് തീർത്ഥങ്കരന്മാരുണ്ടല്ലോ. നമ്മളിപ്പോൾ 2, 3, 4 ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം അവരത്ര പോപ്പുലർ ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാണ്? 24-ാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള വർദ്ധമാന മഹാവീരനാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹമാണ് ഈ ഒരു ജൈനമതത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ അതിനെ ഒന്ന് പോപ്പുലർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് ആരാണ്? വർദ്ധമാന മഹാവീരനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആശയത്തോടൊപ്പം ആരുടെ ആശയം കൂടി ഉണ്ടായിരുന്നു? 23-ാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള പാർശ്വനാഥന്റെ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ വർദ്ധമാന മഹാവീരന്റെ ജീവിതത്തിന് ബുദ്ധൻ്റെതുമായിട്ട് അസാധാരണമായ സാദൃശ്യമുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കാരണം ഞാൻ വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥന്റെയും ത്രിശാലിയുടെയും പുത്രനായിട്ട് മഹാവീരൻ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിൽ ജനിച്ചു. ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച മഹാവീരൻ തൻ്റെ 31-ാമത്തെ വയസ്സിൽ യശോദ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇവർക്കൊരു പെൺകുട്ടിയും ജനിച്ചു. ഇതിനൊക്കെ ശേഷമാണ് മഹാവീരൻ ലൗകിക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് സന്യാസം സ്വീകരിച്ച് പല സ്ഥലത്തും അലഞ്ഞു നടന്നത്. അപ്പോൾ ഈ ലൗകിക സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ കൗമാരകാലം നമ്മൾ എൻജോയ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളെ യൗവനകാലത്തിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ വിവാഹം കഴിക്കുന്നു. അങ്ങനെ വിവാഹ ജീവിതം നമ്മൾ നയിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു സ്റ്റേജസിലൂടെയാണല്ലേ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു വിവാഹം കഴിഞ്ഞ് അതിനുശേഷമാണ് ഈ ഒരു ലൗകിക സുഖങ്ങൾ, അങ്ങനെയുള്ള സുഖങ്ങളൊക്കെ വെടിഞ്ഞിട്ട് വർദ്ധമാന മഹാവീരൻ സന്യാസം എന്നുള്ളൊരു രീതിയിലേക്ക് മാറുന്നത്. അതാണ് ഇവിടെ പറഞ്ഞ ലൗകിക സുഖം എന്ന് പറയുന്നത്. അങ്ങനെ 12 കൊല്ലത്തെ സന്യാസ ജീവിതത്തിന് ശേഷം 42-ാമത്തെ വയസ്സിൽ വർദ്ധമാനൻ ജ്ഞാനോദയം ലഭിച്ചു. അതിനുശേഷമാണ് ഇദ്ദേഹം ജിനൻ എന്നും മഹാവീരൻ എന്നുമുള്ള പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വർദ്ധമാന മഹാവീരൻ ആദ്യം വർദ്ധമാനനായിരുന്നു. ജ്ഞാനോദയം ലഭിച്ചതിന് ശേഷമാണ് വർദ്ധമാന മഹാവീരൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ ജിനൻ മഹാവീരൻ എന്നുള്ള ഒരു പേരും കൂടി ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാം. കൂടാതെ ഈ ജിനൻ എന്ന വാക്കിൽ നിന്നാണ് ജൈനമതം എന്ന പേര് ഉത്ഭവിച്ചതെന്നും പറയുന്നുണ്ട്. മഗധം, കോസലം മുതലായ സ്ഥലമാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. തൻ്റെ 72-ാമത്തെ വയസ്സിലാണ് പാവ എന്ന സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം നിർവാണം പ്രാപിക്കുന്നത്. നിർവാണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതാണ്. ഈ പാവ എന്ന് പറയുന്നത് ഇന്നത്തെ പാറ്റ്നയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു എന്നുള്ളതും ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തതായി നമുക്ക് ജൈനമത ആശയങ്ങൾ എന്താണെന്ന് നോക്കാം. ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്നാണ് ജൈനമതം പറയുന്നത്. കൂടാതെ ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഉപദ്രവിച്ചാൽ എന്താ പ്രശ്നം? അതിനും മറുപടിയുണ്ട്. നമ്മുടെ ജന്മവും പുനർജന്മവും നിശ്ചയിക്കുന്നത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താ ഈ കർമ്മം? നമ്മുടെ പ്രവൃത്തിയാണ് ഈ കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, നമ്മൾ ഒന്നിനെയും ആക്രമിക്കാൻ വേണ്ടി പാടില്ല. എന്തുകൊണ്ട്? ജീവനുള്ള ഒന്നിനെയും നമ്മൾ ആക്രമിക്കാൻ വേണ്ടി പാടില്ല. എത്ര നല്ല ആശയങ്ങളാണല്ലേ ഈ പറഞ്ഞു പോയിട്ടുള്ളത്. ഒന്നുകൂടി നമുക്ക് ആശയങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്.
ജീവനുള്ള ഒന്നിനെയും നമ്മൾ ഉപദ്രവിക്കരുത്. മൂന്നാമതായി ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ, ജീവനുള്ള വസ്തുവിനെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്താവും? നമ്മൾ ചെയ്ത കർമ്മമാണല്ലേ അത്. നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയാണ്. അപ്പോൾ അത് നമ്മളെ ജന്മത്തെയും നമുക്ക് ഇനി ഒരു പുനർജന്മം ഉണ്ടെങ്കിൽ അതിനെയും ബാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല. അപ്പോൾ വർദ്ധമാന മഹാവീരൻ വേദങ്ങളുടെ ആധികാരികതയെ തള്ളിപ്പറയുന്നുണ്ട്. വേദങ്ങൾ ഏതൊക്കെയെന്ന് അറിയാലോ? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞതാണ്. കാരണം ഈ വേദകാല മതങ്ങൾ ചില അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ശക്തമായി മഹാവീരൻ എതിർത്തു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ വേദകാലഘട്ടത്തിൽ ഏർലി വേദിക് പീരീഡിൽ അത്ര വലിയ യാഗങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ലേറ്റർ വേദിക് ആകുമ്പോഴേക്ക് ഈ യാഗങ്ങളുടെ എല്ലാം ഒരു ബേസ് തന്നെ മാറാൻ വേണ്ടി തുടങ്ങി. ഇവര് മൃഗബലിയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ ഇവർ ഈ യാഗങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് കൊല്ലാൻ വേണ്ടിയൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ വർദ്ധമാന മഹാവീരൻ എതിരായിരുന്നു. അതുപോലെ ഈ ഒരു ജാതി നില കോൺസെപ്റ്റ് ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി. ചാതുർവർണ്ണ സിസ്റ്റം ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോട് ഇദ്ദേഹം എതിരായിരുന്നു. ഒരു വ്യക്തി ഒരു പാപം ചെയ്ത് എന്ന് വിചാരിക്കും നിങ്ങൾ, ആ വ്യക്തിക്ക് മോക്ഷം ലഭിക്കണം. അതിനു വേണ്ടിയും 3 തത്വങ്ങൾ മഹാവീരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു പാപം ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് വേണം? മോക്ഷം വേണം. അപ്പം അതിനു വേണ്ടി നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ആര് പറയുന്നത്? വർദ്ധമാന മഹാവീരൻ പറയുന്നത്. എന്താണ് നമുക്ക് നോക്കാം. 1 ശരിയായ വിശ്വാസം, 2 ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. അപ്പം നിങ്ങൾക്ക് നല്ല ശരിയായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടാവണം. അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു അറിവുണ്ടാവണം. എല്ലാ കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് ശരിയായ അറിവുണ്ടാവണം. ഓക്കെ, അറിവ് എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ശരിയായ ഒരു നല്ല അറിവുണ്ടാവണം. അതുപോലെ നിങ്ങളുടെ പ്രവൃത്തി എന്നും എന്തായിരിക്കണം? ശരിയായതാവണം. നമുക്ക് പ്രവൃത്തിയും അതുപോലെ 2 രീതിയിൽ ചെയ്യാം. നെഗറ്റീവായിട്ടും ചെയ്യാം, പോസിറ്റീവായിട്ടും ചെയ്യാം. അപ്പം നിങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കണം എന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. ഈ 3 തത്വങ്ങൾ അറിയപ്പെടുന്നത് ത്രിരത്നങ്ങൾ എന്ന പേരിലാണ്. എക്സാമിന് ചോദിക്കും ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ ഏതൊക്കെയാണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഓക്കെ അല്ലേ? കൂടാതെ ജൈനമത ആശയങ്ങൾ പ്രധാനമായിട്ടും പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ ജനങ്ങളുമായി പങ്കുവെച്ചത് പ്രാകൃത ഭാഷയിലായിരുന്നു. എന്താ പ്രാകൃത ഭാഷയുടെ പ്രത്യേകത എന്നറിയോ? പ്രാകൃത ഭാഷ സാധാരണ ജനങ്ങളുടെ ഭാഷയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറഞ്ഞ കാലയളവിൽ തന്നെ ഈ ആശയങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് എത്തി. സംസ്കൃത ഭാഷയൊന്നും സാധാരണ ജനങ്ങൾക്ക് അന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാകൃത ഭാഷ നല്ലൊരു ആശയവിനിമയ മാർഗമായിരുന്നു. ജൈനമത പ്രകാരം അതിലെ സന്യാസിമാരും സന്യാസിനികളും 5 വ്രതങ്ങൾ അനുഷ്ഠിച്ചിരിക്കണം. ഒന്നാമത്തേതായിട്ട് ഒന്നിനെയും കൊല്ലരുത്, 2 മോഷ്ടിക്കാൻ പാടില്ല, 3 കള്ളം പറയരുത്, 4 ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, 5 സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക. അതുപോലെ തന്നെ ജൈനമതത്തിൽ പിൽക്കാലത്ത് 2 വിഭാഗങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇങ്ങനെ 2 വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ജൈനമതം ഭിന്നിക്കപ്പെടുമ്പോഴാണ് പ്രധാനമായിട്ടും ഈ ഒരു മതം ഇല്ലാതായി പോകുന്നത്. പൂർണ്ണമായിട്ടും ഇല്ലാതായി പോകുന്നതല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീക്ലൈന് കാരണമാവുന്നത് ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ ഉയർന്നു വരുമ്പോഴാണ്. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം ശ്വേതംബരന്മാർ എന്നാണ് അറിയപ്പെടുന്നത്, രണ്ടാമത്തത് ദിഗംബരന്മാരും എന്നും. അപ്പോൾ ജൈനമതത്തിന്റെ ഡീക്ലൈനിലുള്ള ഒരു കാരണം ഈ 2 ഗ്രൂപ്പുകൾ തന്നെയായിരുന്നു. കൂടാതെ വർദ്ധമാന മഹാവീരന്റെ കാലത്ത് തന്നെ ഈ ആശയത്തോടൊന്നും താല്പര്യമില്ലാത്തൊരു വിഭാഗവും ഉയർന്നു വന്നിരുന്നു. ശ്വേതംബരന്മാര് വെള്ളവസ്ത്രമാണ് ധരിച്ചിരുന്നത്, അതേസമയം ദിഗംബരന്മാര് പൂർണ്ണ നഗ്നരായിരുന്നു. വർദ്ധമാന മഹാവീരന്റെ മരണത്തിന് ശേഷം ഈ ജൈനർക്ക് ഫലപ്രദമായ ഒരു നേതൃത്വമോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശം നൽകാൻ കഴിവുള്ള നേതാക്കന്മാരോ ചുരുക്കമായിരുന്നു. ഇന്ത്യയിലെ ജൈനമതം ചുരുങ്ങിപ്പോകാൻ ഇത് കാരണമായി. പക്ഷെ ജൈനരുടെ സംഭാവനകൾ നമുക്ക് ഇന്ത്യയുടെ പല ഭാഗത്തും കാണാം. കേരളത്തിൽ വയനാട് പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രമായിരുന്നു. അവിടെ നമുക്ക് ഇന്നും ജൈനമതത്തിൻ്റെ ശേഷിപ്പുകൾ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കർണാടകയിലെ ശ്രാവണബൽഗോളയിലുള്ള ഗോമതേശ്വരന്റെ വലിയ പ്രതിമ ഭാരതീയ ശില്പകല അത്ഭുത സൃഷ്ടികളിൽ ഒന്നായാണ് കണക്കാക്കുന്നത്. കൂടാതെ മധ്യപ്രദേശിലെ ഖജുരാഹോ എന്ന സ്ഥലത്തും ജൈനകലയുടെ ഒരു പ്രശസ്ത കേന്ദ്രമായിട്ടാണ് കണക്കാക്കുന്നത്.
അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ബുദ്ധമതത്തെക്കുറിച്ചാണ്. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമത സ്ഥാപകൻ. സിദ്ധാർത്ഥ ഗൗതമൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത്. ശാക്യകുലത്തിലെ രാജാവായ ശുദ്ധോധനന്റെയും മായാദേവിയുടെയും പുത്രനായിട്ടാണ് കപിലവസ്തുവിൽ നിന്ന് ഏകദേശം 5 മണിക്കൂർ ദൂരെയുള്ള ലുംബിനിയിലാണ് ഈ ബുദ്ധൻ ജനിക്കുന്നത്. ബുദ്ധൻ ജനിച്ചിട്ട് 7 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ മരിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ചിറ്റമ്മയായിട്ടുള്ള മഹാപ്രജാപതി ഗൗതമിയാണ് ബുദ്ധനെ വളർത്തിയത്. മഹാവീരനെ പോലെ ബുദ്ധനും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. 16-ാം വയസ്സിൽ യശോധരാദേവിയെ വിവാഹം കഴിക്കുന്നു. ഗൗതമന്, അതായത് ബുദ്ധന് 29-ാമത്തെ വയസ്സുള്ളപ്പോഴാണ് ഏകപുത്രനായിട്ടുള്ള രാഹുലൻ ജനിക്കുന്നത്. തുടർന്ന് ബുദ്ധൻ ലൗകിക സുഖസൗകര്യങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് സന്യാസം സ്വീകരിക്കുന്നു. മനുഷ്യന്റെ ദുഃഖപൂർണമായ ജീവിതത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ബുദ്ധന്റെ ഉപദേശങ്ങളും തത്വങ്ങളും വളരെ ലളിതവും നടപ്പിലാക്കാവുന്നതുമായിരുന്നു. മഹാവീരനെ പോലെ വേദങ്ങളെയും യാഗങ്ങളെയും അതുപോലെ ജാതി വ്യവസ്ഥയെയും എതിർത്ത ഒരാളായിരുന്നു ആര്? ബുദ്ധൻ എന്ന് പറയുന്നത്. അതുപോലെ അഹിംസ എന്ന ആശയം ഇദ്ദേഹം മുന്നോട്ട് വെച്ചു. യാഗങ്ങളെയും വേദങ്ങളെയും നിരാകരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കൃഷിക്കായിട്ട് നിലമൊരുക്കാനോ കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകാനോ ഒന്നും കന്നുകാലികളെ ലഭിക്കാത്തതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. കാരണം യാഗത്തിന്റെ പേരിൽ വ്യാപകമായിട്ട് കന്നുകാലികളെയൊക്കെ ബലി നൽകാൻ വേണ്ടിയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയിരുന്നു. ഇത് ചരക്ക് നീക്കത്തെയും കൃഷിയെയും പ്രതികൂലമായി ബാധിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ കാർഷിക രംഗത്തെ ആൾക്കാരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ ബുദ്ധനും ബുദ്ധന്റെ ആശയത്തിനും സാധിച്ചു. മഹാവീരൻ പ്രാകൃത ഭാഷയിലാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത് എങ്കിൽ ഇവിടെ ബുദ്ധൻ സാധാരണക്കാരുടെ ഭാഷ, ഈ പ്രാകൃതം സാധാരണക്കാരുടെ ഭാഷ തന്നെയാണ്, ബുദ്ധനും അതുപോലെ സാധാരണക്കാരുടെ ഭാഷയായ പാലിയിലാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ഇപ്പൊ മനസ്സിലായില്ലേ? മഹാവീരനെ കുറിച്ച് പറയുമ്പോൾ മഹാവീരനും ബുദ്ധനും അവരുടെ രണ്ടുപേരുടെയും ജീവിതങ്ങൾ തമ്മിൽ അസാധാരണമായ ബന്ധമുണ്ട് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇവർ രണ്ടു പേരുടെയും ജീവിതങ്ങൾ തമ്മിൽ നല്ല സാമ്യം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇവരുടെ ആശയങ്ങൾ ഇന്ത്യയിലൊട്ടാകെയും അതുപോലെ ലോകത്തിലും അറിയപ്പെടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇവർ സ്വീകരിച്ച ഭാഷ തന്നെയാണ്. സാധാരണക്കാരുടെ ഭാഷയായിട്ടുള്ള പ്രാകൃതവും പാലി ഭാഷയുമാണ് ഇവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ജനങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു ആശയം ഉൾക്കൊള്ളാനും അതിനെ മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനും ഒക്കെ കാരണമായി എന്നുള്ളതാണ്. ഗൗതമ ബുദ്ധനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിദ്ധാർത്ഥൻ എന്നാണ് യഥാർത്ഥ പേര്. നേപ്പാളിലെ കപിലവസ്തുവിനടുത്തുള്ള ലുംബിനിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ച് ജ്ഞാനോദയം ഉണ്ടായി. സാരാനാഥിൽ വെച്ച് ആദ്യ പ്രഭാഷണം നടന്നു. കുശി നഗരത്തിൽ വെച്ചാണ് ബുദ്ധൻ നിർവ്വാണം പ്രാപിക്കുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നത്. ബുദ്ധന്റെ തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജീവിതം ദുഃഖമയമാണ് എന്നാണ് ബുദ്ധൻ പറയുന്നത്. അതുപോലെ ദുഃഖത്തിനുള്ള കാരണം ആശയാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ് എന്നാണ് ബുദ്ധൻ പറയുന്നത്. അതുപോലെ നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ ആശ ഇല്ലാതായാൽ ദുഃഖവും ഇല്ലാതാകും. ദുഃഖം ഇല്ലാതാവാൻ അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കണമെന്നും ബുദ്ധൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബുദ്ധൻ പറഞ്ഞ ഈ അഷ്ടാംഗ മാർഗങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. അഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8ആണ്. അപ്പോൾ 8 മാർഗങ്ങളെ കുറിച്ച് ആര് പറയുന്നുണ്ട്? ബുദ്ധൻ പറയുന്നുണ്ട്. 1, നമുക്ക് ശരിയായ വീക്ഷണം ഉണ്ടാവണം. 2, ശരിയായ ചിന്ത നമുക്കുണ്ടാവണം. ശരിയായ വാക്ക്, നമ്മൾ പറയുന്ന വാക്കുകൾ ശരിയായിരിക്കണം. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയായിരിക്കണം. ശരിയായ ജീവിതം ഉണ്ടാവണം. ശരിയായ പരിശ്രമമാണ് ഉണ്ടാവേണ്ടത്. അതുപോലെ ശരിയായ സ്മരണ ഉണ്ടാവണം. ശരിയായ ധ്യാനം ഉണ്ടാവണം. ഇങ്ങനെ 8 അഷ്ടാംഗ മാർഗങ്ങളാണ് ബുദ്ധൻ മുന്നോട്ട് വെക്കുന്നത്. എന്തില്ലാതാക്കാൻ? ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അഷ്ടാംഗ മാർഗം മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്, മധ്യമാർഗം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബുദ്ധൻ ഒരു വ്യക്തി കഠിനമായ സന്യാസം സ്വീകരിക്കുന്നതിനെ വിലക്കുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ബുദ്ധന്റെ ജീവിതം തന്നെ നോക്കിയാൽ അല്ലെങ്കിൽ വർദ്ധമാന മഹാവീരന്റെ ജീവിതം തന്നെ എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഇവര് വിവാഹം കഴിച്ചിട്ടുണ്ട്, ഇവർക്ക് മക്കളുണ്ട്. അതിനുശേഷമാണ് അവർ ലൗകിക ജീവിതം വെടിഞ്ഞ് സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആവണം ഇവർ കഠിനമായ സന്യാസ ജീവിതത്തെ വിലക്കുന്നുണ്ട്. കൂടാതെ ആർഭാട ജീവിതം നയിക്കുന്നതിനും ബുദ്ധനെതിരാണ്. സന്യാസത്തിനും ആർഭാട ജീവിതത്തിനും ഇടയിലുള്ള ഒരു മിഡിൽ ക്ലാസ് ലൈഫിനാണ് ബുദ്ധൻ മധ്യമാർഗം എന്ന് പറയുന്നത്. മധ്യമാർഗം എന്ന് പറയുന്നത് എന്തിനാണ്? ആർഭാട ജീവിതവും അല്ല, സന്യാസ ജീവിതം പൂർണ്ണമായ സന്യാസ ജീവിതവും അല്ല,
അതിനിടയിലുള്ള ഒരു ജീവിതത്തെയാണ് ഇദ്ദേഹം മധ്യമാർഗം എന്ന് പറഞ്ഞത്. അടുത്തതായിട്ട് നമുക്ക് സ്തൂപങ്ങൾ എന്താണ് എന്ന് നോക്കാം. സാഞ്ചി സ്തൂപം, അതുപോലെ സാരാനാഥിലെ സ്തൂപം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ സ്തൂപങ്ങൾ ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അർദ്ധവൃത്താകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. സാഞ്ചി സ്തൂപം മധ്യപ്രദേശിലും സാരാനാഥ് സ്തൂപം ഉത്തർപ്രദേശിലുമാണ്. ഇതുപോലെ മറ്റൊരു സ്തൂപമാണ് ആന്ധ്രാപ്രദേശിലെ അമരാവതി സ്തൂപം എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധമത പ്രചരണത്തിനായിട്ട് സന്യാസിമാരുടെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിന് കാസ്റ്റോ സെക്സോ ഒന്നും മാനദണ്ഡമായിരുന്നില്ല. സംഘത്തിലെ പുരുഷന്മാർ ഭിക്ഷുക്കളെന്നും സ്ത്രീകൾ ഭിക്ഷുണികളെന്നുമാണ് അറിയപ്പെടുന്നത്. ബുദ്ധമത പ്രചരണത്തിനായിട്ട് സന്യാസിമാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലെ പുരുഷന്മാർ അറിയപ്പെടുന്നത് ഭിക്ഷുക്കളെന്നും സ്ത്രീകൾ ഭിക്ഷുണികളെന്നുമാണ് അറിയപ്പെടുന്നത്. ഈ സന്യാസി സംഘത്തെക്കുറിച്ച് ബുദ്ധൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നദികൾ ഒഴുകി സമുദ്രത്തിൽ എത്തുന്നതോടെ അവ ഒന്നാകുന്നു, അവയുടെ പേരുകൾ നഷ്ടമാകുന്നു. അതുപോലെ ഈ സന്യാസി സംഘത്തിൽ എത്തുന്നതോടെ അവർക്ക് ജാതിയും പദവിയും കുടുംബവും ഒക്കെ അവർ മറക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ അടുത്തിൽ ഒരു പുഴ ഒഴുകി പോവുകയാണ്. ഓക്കെ, ആ പുഴ കടലിലേക്ക് ചെന്ന് ചേരുമ്പോൾ നമ്മൾ പിന്നെ ആ പുഴയെ പറയുമോ? നമ്മൾ എന്താ പറയുക? നമ്മൾ കടലിനെ മാത്രമേ പറയുള്ളൂ അല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു സന്യാസി സംഘത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കാസ്റ്റോ സെക്സോ അതുപോലെയുള്ള എന്തെങ്കിലും പദവികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുക, അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ചൊന്നും നമ്മൾ ഓർക്കുന്നില്ല എന്നല്ല, അല്ലെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മറക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു സന്യാസി എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. എല്ലാ ലൗകിക സുഖങ്ങളും നമ്മൾ മറക്കുകയാണ്. അതുപോലെ ഇനി പറയേണ്ടത്, ജൈനമതം ശ്വേതംബരന്മാരും ദിഗംബരന്മാരും എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞതുപോലെ ബുദ്ധമതവും പിൽക്കാലത്ത് രണ്ടായിട്ട് മാറിയിരുന്നു. ഒന്നാണ് മഹായാന എന്നറിയപ്പെടുന്നത്, രണ്ടാമത്തത് ഹീനായാന എന്ന് പറയും. അപ്പോൾ ഈ മഹായാന ബുദ്ധമതവും അതുപോലെ ഹീനായാന ബുദ്ധമതവും, ഇതിൽ മഹായാന എന്നാൽ വലിയ വാഹനമെന്നും ഹീനായാന എന്നാൽ ചെറിയ വാഹനമെന്നുമാണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ഈ മഹായാനക്കാർ ബുദ്ധനെ ദൈവമായിട്ടാണ് ആരാധിച്ചിരുന്നത്. ഇത് തന്നെ ബുദ്ധമത തത്വത്തിനെതിരായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ബുദ്ധൻ ഒരു ദൈവമാണ് എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു മഹായാനക്കാർ അങ്ങനെയാണ് കണ്ടിരുന്നത്. ബുദ്ധനെ ഒരു ദൈവമായിട്ട് അവർ ആരാധിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബുദ്ധമതം ഇന്ത്യയുടെ സംസ്കാരത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ബുദ്ധമത സംഘത്തിൻ്റെ പ്രവർത്തന രീതി സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് കാരണമായിട്ടുണ്ട്. ജൈനമതവും ബുദ്ധമതവും ഒക്കെയാണല്ലോ, മനസ്സിലായില്ലേ? ഇനി എന്താണ് ഭൗതികവാദം അഥവാ മെറ്റീരിയലിസം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. വ്യത്യസ്തമായ ആശയങ്ങൾ ഉയർന്നു വന്നൊരു കാലമാണ് ഈ ആൻഷ്യൻ പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെ BC 6-ാം നൂറ്റാണ്ടിൽ നിരവധി ആശയങ്ങൾ രൂപപ്പെട്ടു. അവയിൽ ഒന്നായിരുന്നു ഭൗതികവാദം എന്ന് പറയുന്നത്. അജിത കേശകമ്പളിൻ ആയിരുന്നു ഈ ചിന്താധാരയുടെ പ്രചാരകൻ എന്ന് പറയുന്നത്. ബുദ്ധൻ്റെ സമകാലീനനായിട്ടാണ് ഈ വ്യക്തിയെ പറയുന്നത്. അതുപോലെ എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ ഇഹലോകം പരലോകം എന്നിങ്ങനെയൊന്നുമില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഭൗതികവാദികൾ ഇങ്ങനെ കൂടി പറയുകയാണ്, മനുഷ്യർ 4 ഘടകങ്ങളാണ് നിർമ്മിതമാണ് എന്നാണ് പറയുന്നത്. അവർ മരിക്കുമ്പോൾ അവരിലെ ഖരാംശം ഭൂമിയിൽ തന്നെയാണ് ലയിക്കുന്നത്, ദ്രവാംശം വെള്ളത്തിൽ ലയിക്കുകയാണ്, ചൂടും തീയിലും ശ്വാസം വായുവിലും ഇന്ദ്രിയങ്ങൾ ശൂന്യാന്തരീക്ഷത്തിലും ലയിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭൗതികവാദികൾ ഇങ്ങനെ പരലോകം അതുപോലെ ഇഹലോകം ഇങ്ങനെയുള്ള കോൺസെപ്റ്റിലൊന്നും അവർ വിശ്വസിക്കുന്നില്ല. അവരെങ്ങനെയാണ്, അവർ ഒരു മെറ്റീരിയൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് അവർ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൈവമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ മതാനുഷ്ഠാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറും അർത്ഥശൂന്യമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഭൗതികവാദികൾക്ക് ഉണ്ടായിരുന്നത്. അടുത്തതായി നമുക്കിനി പറയേണ്ടത് ജനപദങ്ങൾ എന്താണ്, ജനപദാസ് എന്താണ്, അതുപോലെ മഹാജനപദാസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. ജനങ്ങൾ അധിവസിച്ച സ്ഥലമാണ് ഈ ജനപദം എന്ന് പറയുന്നത്. അതായത് തീ ഉപയോഗിച്ചിട്ട് കാടുകൾ കത്തിച്ച് കൃഷിയിടങ്ങളും താമസ സ്ഥലങ്ങളും ഒക്കെ ഈ മനുഷ്യന്മാർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അവിടെ ജനങ്ങൾ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് ജനപദങ്ങൾ നിലവിൽ വരുന്നത്.
നമുക്കറിയാം ഗംഗാതടത്തിലാണ് ഇവർ നല്ല രീതിയിലുള്ള ഒരു കൃഷി ആദ്യമായിട്ട് ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ കാടുകൾ കൃത്യമായിട്ട് വെട്ടിത്തെളിക്കാനും നല്ല രീതിയിൽ കൃഷി ചെയ്യാനും അവിടെ തന്നെ താമസിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ജനപദങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി, ജനങ്ങൾ അധിവസിച്ച സ്ഥലങ്ങൾ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. പിൽക്കാല വേദങ്ങളിൽ വിവിധ ജനപദങ്ങളെ പറ്റിയിട്ട് പറയുന്നുമുണ്ട്. നമുക്കറിയാം 16 ജനപദങ്ങൾ ഉണ്ട്. അതിൽ 16 മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ടതാണ് അംഗം, മഗധം, കാശി, കോസലം, അശ്മകം, അവന്തി, ചേതി, പാഞ്ചാലം, ശൂരസേനം, മല്ലം, ഇങ്ങനെ 16 മഹാജനപദങ്ങളാണുള്ളത്. ജനപദങ്ങളാണ് പിന്നീട് മഹാജനപദങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. അതെന്താണ്, അതെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പറയാം. നമുക്കറിയാം വേദകാലഘട്ടത്തിൽ ഗോത്ര സമൂഹ വ്യവസ്ഥയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതിനെ നമ്മൾ ജന എന്നാണ് പറയുന്നത്. അങ്ങനെ കൃഷി വ്യാപകമായതോടെ ഈ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സെറ്റിലാവാൻ വേണ്ടിയിട്ട് തുടങ്ങി, അല്ലെങ്കിൽ സ്ഥിരതാമസം തുടങ്ങി. ഇവയാണ് നമ്മൾ ജനപദം എന്ന് പറയുന്നത്. ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദനം കച്ചവടത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ചയിലേക്ക് നയിച്ചു. കച്ചവടത്തോടൊപ്പം വ്യത്യസ്ത കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങളായിട്ടും ഈ നഗരങ്ങൾ മാറി. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ക്രമപ്പെടുത്താനും ചില നിയന്ത്രണങ്ങൾ ആവശ്യമായിട്ട് വന്നു. ഈ പശ്ചാത്തലത്തിൽ ഗോത്രങ്ങളെ അടിസ്ഥാനമാക്കിയ ഭരണവ്യവസ്ഥ അപ്രത്യക്ഷമായി. അങ്ങനെയാണ് പിന്നീട് ജനപദം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. ഈ ജനപദം എന്ന് പറയുന്നത് ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അതായത് കച്ചവടങ്ങൾ വർദ്ധിക്കുന്നു, അങ്ങനെ കൂടുതൽ എന്താ പറയുക വിനിമയങ്ങൾ നടക്കുന്നു. ഇങ്ങനെയാണ് ഒരു നഗരം ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് ജനപദങ്ങൾ ഉണ്ടാവുന്നതും. അതുപോലെ കൃഷിയോടും മണ്ണിനോടുമുള്ള ഇഴപിരിയാത്ത ബന്ധം ഇക്കാലത്ത് വളർന്നു വരാൻ വേണ്ടി തുടങ്ങി. ഇത് അവരവരുടെ പ്രദേശം എന്ന കാഴ്ചപ്പാട് രൂപപ്പെടുത്തി. ഇങ്ങനെയാണ് ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത്തരത്തിൽ 16 രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധകൃതിയായിട്ടുള്ള അങ്കുത്തരനീയകായത്തിലാണ് ഈ 16 രാഷ്ട്രങ്ങളെ പറ്റി സൂചിപ്പിക്കുന്നത്. ഈ 16 രാഷ്ട്രങ്ങളെ നമ്മൾ പറയുന്നത് മഹാജനപദങ്ങൾ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ജനപദങ്ങളിൽ 16 മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു. ഈ 16 മഹാജനപദങ്ങൾ ഉള്ള ചരിത്രകാരന്മാർ പറയുന്നത് ഈ ഒരു പീരീഡിലാണ് സെക്കൻഡ് അർബനൈസേഷൻ നടന്നത്, അഥവാ 2ാം നഗരവൽക്കരണം നടന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ് 1ാം നഗരവൽക്കരണം എന്ന് പറയുന്നത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് അർബനൈസേഷൻ നടക്കുന്നത് ഹാരപ്പൻ സിവിലൈസേഷനിലാണ്. അപ്പോൾ സെക്കൻഡ് അർബനൈസേഷൻ നടക്കുന്നത് നമ്മുടെ ഈ ഒരു ജനപദ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മഹാജനപദ കാലഘട്ടത്തിലാണ് സെക്കൻഡ് അർബനൈസേഷൻ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ആരും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ഇനി നമ്മൾ 16 മഹാജനപദങ്ങളെ കുറിച്ച് നോക്കുകയാണ്. ഞാൻ കുറച്ച് പേര് നേരത്തെ പറഞ്ഞിരുന്നു, ഏതൊക്കെയാണ് നമുക്ക് ഒന്നും കൂടി നോക്കാം. അംഗം, മഗധം, കാശി, വഞ്ചി, മല്ല, വത്സ, ചേതി, അശ്മകം, അവന്തി, മത്സ്യ, ശൂരസേന, പാഞ്ചാല, കുരു, ഗാന്ധാരം, കമ്പോജം. ഇതാണ് നമ്മുടെ 16 മഹാജനപദങ്ങൾ എന്ന് പറയുന്നത്. ഈ 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഗധയായിരുന്നു. എങ്ങനെയാണ് മഗധ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള മാപ്പ് കൃത്യമായിട്ട് നോക്കുക. മഗധയുടെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായിട്ട് നോക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു സ്ഥലത്തിൻ്റെ ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് ആദ്യം നമ്മൾ നോക്കി മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ മഗധയ്ക്ക് എന്തോ ഒരു ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് മഗധ ഈ 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മാറിയത്. അടുത്തതായിട്ട് മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഈ സമകാലിക കൃതികളിൽ മഹാജനപദങ്ങളിലെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്. അക്കാലത്ത് കാര്യക്ഷമമായ നികുതി പിരിവ് സമ്പ്രദായവും സ്ഥിര സൈന്യവും നിലവിലുണ്ടായിരുന്നു. അതുപോലെ പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണുന്ന ബലി എന്ന പദം നികുതിയാണ് അർത്ഥമാക്കുന്നത്. ബലി എന്ന പദം ടാക്സിനെയാണ് അർത്ഥമാക്കുന്നത്. ബാഗ എന്നത് മറ്റൊരു തരം നികുതിയായിരുന്നു പറയുന്നത്. ധാന്യങ്ങൾ, കന്നുകാലികൾ എന്നിവയായിരുന്നു മുഖ്യമായും നികുതിയായിട്ട് നൽകിയിരുന്നത്. വനങ്ങളിൽ താമസിച്ചിരുന്നവർ വനവിഭവങ്ങൾ നികുതിയായിട്ട് നൽകിയപ്പോൾ കരകൗശല തൊഴിലാളികൾ
നിശ്ചിത ദിവസം രാജാവിനായിട്ട് ജോലി ചെയ്തു. ഈ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് എക്സാമിനൊരു ചോദ്യം ഉണ്ടാവും, മഹാജനപദങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നുള്ള ചോദ്യം എന്തായാലും ചോദിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. അവിടെ ബലി എന്നൊരു നികുതി ഉണ്ടായിരുന്നു, അതുപോലെ ബാഗ എന്ന് പറയുന്ന മറ്റൊരു നികുതി ഉണ്ടായിരുന്നു. ധാന്യങ്ങളും കന്നുകാലികളുമായിരുന്നു അവർ നികുതിയായിട്ട് നൽകേണ്ടിയിരുന്നത്. പിന്നെ അവർ ഈ കരകൗശല തൊഴിലാളികൾ നിശ്ചിത ദിവസം രാജാവിനായിട്ട് ജോലി ചെയ്യണമായിരുന്നു. അതുപോലെ ഭരണനിർവഹണത്തിനായി ധാരാളം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ശതപഥ ബ്രാഹ്മണ എന്ന കൃതിയിൽ രാജാവിനെ സഹായിച്ചിരുന്ന സേനാനി, പുരോഹിതൻ, ഗ്രാമണി എന്നിവരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ മഹാജനപദങ്ങൾക്ക് കോട്ടകളും തലസ്ഥാന നഗരികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റിൽ ഒരുപാട് ആദ്യ കാലഘട്ടത്തിലെ ബുക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. ശതപഥ ബ്രാഹ്മണിയൊക്കെ അതിൽ പെടുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൗസാംബിയിലെ ഒരു മതിലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. വത്സ മഹാജനപദത്തിൻ്റെ തലസ്ഥാനമാണ് കൗസാംബി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് മഗധയുടെ വളർച്ച എങ്ങനെയായിരുന്നു, മഗധയുടെ ഗ്രോത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ 16 മഹാജനപദങ്ങളും തമ്മിൽ അധികാരത്തിന് വേണ്ടിയിട്ട് നിരന്തരം യുദ്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. ഇതിൽ അന്തിമമായി വിജയിച്ചത് മഗധയായിരുന്നു. ഭൂപടത്തിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മഗധയുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളത്. ഇനി അതുമായി കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുടെ പ്രദേശമായിരുന്നു മഗധ എന്ന് പറയുന്നത്. കൂടാതെ ധാരാളം ഇരുമ്പയിര് നിക്ഷേപം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അതിനാൽ ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും ആവശ്യമായ ഇരുമ്പ് അവിടെ തന്നെ ലഭ്യമായി എന്നുള്ളതാണ്. അക്കാലത്ത് യുദ്ധങ്ങളിൽ ആനകൾ പ്രധാന ഘടകമായിരുന്നു. മഗധയിലെ വനങ്ങളിൽ ആനകൾ യഥേഷ്ടം ഉണ്ടായിരുന്നു. ഇത് മഗധയുടെ യുദ്ധവിജയം ഉറപ്പാക്കി. എങ്ങനെയാണ് ഈ ആനകൾ യുദ്ധവിജയം ഉറപ്പാക്കുന്നത്? ഇപ്പം നമുക്കറിയാം, ചില സ്ഥലങ്ങൾ ഭയങ്കര ചതുപ്പ് നിലങ്ങളായിരിക്കും. അപ്പോൾ ഈ ആന പോലെയുള്ള മൃഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതിലൂടെ പെട്ടെന്ന് സഞ്ചരിക്കാനും ഒക്കെ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു മൗര്യൻ കാലഘട്ടത്തിലൊക്കെ ആനകളെ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരുടെ യുദ്ധവിജയം ഉറപ്പാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും എന്താണ്, ആന വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മഗധ എന്ന് പറയുന്നതിൽ ഞാൻ ആനയെ പറയാൻ കാരണം, ഇനി വരുന്ന ചാപ്റ്ററിൽ മൗര്യൻ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതൊക്കെ ഈ ഒരു മഗധയുടെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു കാര്യങ്ങളാണ്. അതുപോലെ ഗംഗയും അതിൻ്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു. അതുപോലെ ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയ കഴിവിട്ട ഭരണാധികാരികളും മഗധയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ മഗധയിലെ രാജവംശങ്ങളും പ്രധാനപ്പെട്ട രാജാക്കന്മാരെയും നമുക്ക് നോക്കാം. ഈ മഗധയിൽ ആദ്യം ഭരണം നടത്തിയത് ഹര്യങ്ക രാജവംശമായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു ബിംബിസാരൻ. അദ്ദേഹത്തിന് ശേഷം വരുന്നത് അജാതശത്രുവാണ്. പിന്നീട് ഹര്യങ്ക രാജവംശത്തിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുന്നത് ശിശുനാഗ രാജവംശമായിരുന്നു. ഈ ശിശുനാഗൻ എന്ന് പറയുന്ന രാജാവായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത്. പിന്നീട് ശിശുനാഗ രാജവംശത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് നന്ദ രാജവംശം അധികാരത്തിലേക്ക് വരുന്നു. മഹാപത്മനന്ദനാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇവർ ഈ ഒരു രാജ്യഭരണം കൈയടക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഹര്യങ്ക രാജവംശം, ഹര്യങ്ക രാജവംശത്തിലെ രാജാവ് ഇപ്പോൾ ബിംബിസാരൻ, ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. അതിൽ ചിലപ്പോൾ ഈ സാമന്ത രാജാവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അത് ഈ ശിശുനാഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശിശുനാഗൻ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഹര്യങ്ക രാജവംശത്തിലെ രാജാക്കന്മാർ അവരുടെ ഒരു എന്താ പറയുക, അവരെ ഒരു ശക്തി ക്ഷയിക്കുന്ന ഒരു സമയത്ത് ഇവർ ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങും. ഇവർ അയാളെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഈ ശിശുനാഗൻ വിജയിക്കുന്നു. ശിശുനാഗൻ അദ്ദേഹത്തിൻ്റെ രാജവംശം സ്ഥാപിക്കുന്നു. അങ്ങനെ ശിശുനാഗൻ തളരുന്നൊരു സമയം വരുന്നു, അല്ലെങ്കിൽ അതിലെ രാജാക്കന്മാർ തളരുന്നൊരു സമയം വരുന്നു. അപ്പോൾ നന്ദരാജവംശം അധികാരത്തിൽ വരുന്നു. പക്ഷേ ഈ 3 രാജവംശങ്ങളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരായിരുന്നു? ഇനി പറയാൻ വേണ്ടി പോകുന്ന രാജവംശമായിരുന്നു. എങ്ങനെയാണ് ഇനി മഗധ മൗര്യൻ രാജ്യത്തിലേക്ക് എത്തിയത് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, മഗധയിൽ വിവിധ രാജവംശങ്ങൾ ഭരണം നടത്തിയിരുന്നു. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഹര്യങ്ക, അതുപോലെ നന്ദ, ശിശുനാഗ ഒക്കെ പറഞ്ഞത്. അവയിൽ നന്ദവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ധനനന്ദനായിരുന്നു. ഓക്കെ, മഹാപത്മനന്ദൻ ആദ്യമായിരുന്നു. ധനനന്ദൻ
പിന്നീട് അതായത് ഏറ്റവും അവസാനം അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് BC 321 ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ മൗര്യ രാജ്യം സ്ഥാപിക്കുന്നത്. ഓക്കെ.